ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ രാവിലെ ഒരു 6 മണി 6:30 ആകുമ്പോൾ ഉണ്ണി എണിക്കും. ഞാനൊരു 7:30 8 മണി ആ സമയത്ത് എനിക്ക് എണിക്കാൻ പറ്റുള്ളൂ ബെഡിൽ നിന്ന്. അതുവരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉണ്ണി എണീറ്റ് കഴിഞ്ഞ് അവൻ്റെ രാവിലത്തെ ഒരു ട്രിപ്പ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണതാണ്. പിന്നെ എനിക്ക് അന്നത്തെ ദിവസം രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ രാവിലത്തെ ടിഫിനും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ നമ്മുടെ വീട്ടിൽ പേരമരമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പേരയ്ക്ക കിട്ടും. അപ്പോൾ പേരയ്ക്ക ഒരു പഴുത്തതും ഒരു പച്ചയും കൊണ്ട് വന്നിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് പച്ചയാണ് ഇഷ്ടം കൂടുതൽ, പക്ഷേ എനിക്ക് പഴുത്ത പോലത്തെയാണ് ഇഷ്ടം ഇപ്പോൾ കഴിക്കാൻ. അപ്പോൾ പേരയ്ക്ക മുറിച്ച് തരാണ്. അപ്പോൾ ഉണ്ണിക്കും കൊടുത്തു, ഞാനും കഴിക്കുന്നുണ്ട്. ഉണ്ണി ആദ്യമായിട്ടാണ് പേരയ്ക്ക കഴിക്കണത്. ഇപ്പോൾ ഇതിന് കഴിച്ച് കഴിഞ്ഞ ശേഷം അവൻ അതിൻ്റെ ഫാനായി മാറി. ഇപ്പോൾ ഫസ്റ്റ് ടൈം കഴിക്കുമ്പോൾ അവനൊരു കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത്തിരി വലിയ പീസാണ് ആദ്യം കട്ട് ചെയ്ത് കൊടുത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ അത് ഒരു ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഓൾമോസ്റ്റ് 30 വീക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ അല്ല, ഉച്ച വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോർണിംഗ് സിക്നസ് ഒക്കെ തിരിച്ച് വന്ന പോലെ തന്നെ ഉണ്ട് ഏകദേശം. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് എനിക്ക് ഇരട്ടി ചൂടായിട്ട് ഫീൽ ചെയ്യണത്, ഭയങ്കര പൊള്ളണ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പാല് വീണ്ടും കുടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ പാലൊക്കെ കുടിച്ച് ഒന്ന് ഇതായിട്ടിരിക്കുകയാണ്. പിന്നെ ഇതൊരു സൺഡേ ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സൺഡേസ് നമ്മുടെ അവിടെ മീനൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിലേ തൊട്ടിട്ട് നമുക്ക് കക്കയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ എപ്പോഴും കക്ക എന്ന് പറഞ്ഞിട്ട് അലറിക്കൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയിരുന്നില്ല തീരെ. സീസൺ വേറെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സീസണിൽ ഫുൾ കക്ക കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ തീരെ താല്പര്യമില്ല. അങ്ങനത്തെ ഒരു സ്ഥിതി ആയിട്ടുണ്ട്. അങ്ങനെ ടിഫിൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം കെടുപ്പായി. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ഒരു 11:30 12:30 വരെ ഞങ്ങൾ റെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കും. രാവിലത്തെ ടിഫിൻ ഇപ്പോൾ ദോശ, ചപ്പാത്തി, ഇഡ്ഡലി അങ്ങനത്തെയൊക്കെ അത് കഴിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് കട്ട് ചെയ്ത് കഴിക്കും. ഞാൻ ഉണ്ണി ഒരുമിച്ചാണ് കഴിക്കുക. അപ്പോൾ അവനും കൊടുക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡിന് നമുക്ക് രാവിലെ വാങ്ങിയ കക്കയുടെ റോസ്റ്റ് ഉണ്ട്, പിന്നെ പരിപ്പും ചക്കക്കുരും മാങ്ങയും കറിയുണ്ട്, പിന്നെ അച്ചാറുണ്ട്. എനിക്ക് ഇതോടുകൂടി ഞാൻ ഈ കക്ക കഴിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നു. കാരണം എനിക്ക് തീരെ താല്പര്യം കഴിക്കാൻ തോന്നിയിരുന്നില്ല. പിന്നെ ഞാൻ അച്ചാറുള്ളതുകൊണ്ട് മാത്രം ചോറ് കഴിച്ച് പോകുന്നതാണ്. എനിക്കിപ്പോൾ ചോറിനോട് ഭയങ്കരമായിട്ട് താല്പര്യം കുറഞ്ഞിരിക്കുന്നു. തീരെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ലാസ്റ്റ് സ്കാനിങ്ങിന് പോയപ്പോൾ ബേബീസിന് വെയിറ്റ് ഇത്രയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വലിയ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഇതിൽ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വെയിറ്റ് കൂട്ടാമെന്നുള്ളതൊക്കെ. പക്ഷേ ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ 30 വീക്സിലെ സ്കാനിങ് വരുന്നുണ്ട്. നാളെ വരുന്നുണ്ട്. നാളെ സ്കാനിങ്ങിനായിട്ട് പോകണം. അപ്പോൾ അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. ആക്ച്വലി ഞാൻ കാര്യമായിട്ട് ഒരു ഫുഡും കഴിച്ചിട്ടില്ല. ഒരു പ്രഗ്നൻസി ജേണിൽ സാധാരണ ആൾക്കാർ കഴിക്കേണ്ട ഒരു ഫുഡും കഴിച്ചിട്ടില്ല. ഡെയിലി 3 നേരമുള്ള ഈ ഒരു മീൽസും കാര്യങ്ങളും ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ സാധാ പോലെ തന്നെ കഴിച്ചു പോയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ ഒരു നല്ല ടെൻഷൻ ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു കോൾ വന്നത്. ഒരു കൊറിയറിൻ്റെ ആയിരുന്നു. കുറച്ച് കാലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന പോലത്തെ ഒരു കൊറിയറായിരുന്നു. നമ്മൾ വിളിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വിളിച്ച് അവരെ കിട്ടാറില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ലാസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടി. ഇത് കുറേ കാലമായിട്ട് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വേഗം പിന്നൊന്നും അലച്ചില്ല, വേഗം വാങ്ങി. അങ്ങനെ അതിപ്പോൾ അൺബോക്സ് ചെയ്യേണ്ട കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൈ കൊണ്ട് എങ്ങനെ അൺബോക്സ് ചെയ്തിട്ട് അതിലെങ്ങനെ പരാജയപ്പെടാം, എത്ര നേരം ലാഗ് അടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ ഞാൻ തുറന്നു വന്നപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലേ ഒരു അടപ്പിരിക്കണം. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഒരു അടപ്പ് വെക്കാൻ മറന്നിട്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ വേറൊരു അടപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് മുന്നേ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഇതും തുറക്കാൻ അത്യാവശ്യം കുറേ നേരം എടുത്തു. ഇത് പിച്ചിപ്പൊളിച്ചിരിക്കാനൊക്കെ ആയിട്ട് ലാസ്റ്റ് ഞാൻ ഫോണിൻ്റെ സൈഡിൽ വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഫേസിൽ വരണ ആ ഒരു പിഗ്മെൻറ്റേഷൻ, ഫംഗൽ ആക്നി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാൻ അത്യാവശ്യം ഒരു 8 മാസമെങ്കിലും എടുക്കും. കഴിഞ്ഞ പ്രഗ്നൻസിയുടെ പോയിട്ട് സ്കിന്നൊന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കാണ് എനിക്ക് അടുത്തത് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ തോന്നുന്നില്ല. പക്ഷേ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് ഈ ഒരു കെമിക്കൽ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുകൊണ്ട് തന്നെ. ഇത് ഇവർ നാച്ചുറലാണ്, ഇതാണെന്നൊക്കെ ഞാൻ ഒരു ആഡും കാര്യങ്ങളും കണ്ട് നല്ല റിവ്യൂ കണ്ടിട്ടാണ് ഞാനത് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയത്. അല്ലാത്ത പക്ഷേ എനിക്ക് നല്ല പേടിയാണ്. ഞാൻ പറയാറില്ല, ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്താൽ എനിക്ക് ഫേസ് പൊള്ളണ പോലത്തെ ഒരു സിറ്റുവേഷനാണ് കറൻ്റ്ലി. ഞാൻ അതുകൊണ്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ള പാക്സും അതുപോലെ തന്നെ മുഖത്ത് സോപ്പോ ഫേസ് വാഷോ ഒന്നും യൂസ് ചെയ്യണില്ല. ജസ്റ്റ് വെള്ളം വെച്ച് കഴുകിയിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. എൻ്റെ ചുണ്ടിനായിട്ടുള്ള എനിക്ക് ഫംഗൽ ആക്നെ വന്നിട്ടുണ്ട്. അതെനിക്കിപ്പോൾ പ്രഗ്നൻസിയുടെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ഡോക്ടറെ കാണേണ്ടി വരും. കാരണം അത് നല്ല പിഗ്മെൻറ്റേഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കഴുത്തിൻ്റെ പിഗ്മെൻറ്റേഷൻ പിന്നെ പറയേ വേണ്ട. ഞാൻ അത് എന്ത് ചെയ്യുന്നുള്ളത് എനിക്ക് ആലോചിച്ചൊരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയാണ്. കാരണം പോകാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ കഴുത്തിലെ പിഗ്മെൻറ്റേഷൻ. പിന്നെ ഒരു എക്സ്ട്രാ ഒരു അടപ്പുണ്ടായിരുന്നില്ല, അത് അവർ ഓൾറെഡി അറിഞ്ഞ് വെച്ചതാന്ന് തോന്നുന്നുണ്ട്.
ഈ സംഭവം ഞാൻ ഫസ്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുമ്പോഴേക്കും അതിലുണ്ടായിരുന്ന ആ അടപ്പ് അപ്പം തന്നെ പൊട്ടി. അതുകൊണ്ടാണ് തോന്നുന്നത് അവർ രണ്ടാമത്തെ ഒരെണ്ണം വെച്ചെന്നിട്ടുള്ളത്. മിക്കവരും അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാൻ ആദ്യമായിട്ടല്ല വിൽവയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണത്. ഇതാദ്യമായിട്ടാണ്. വിൽവയുടെ ഒരു കോൾഡ് പ്രസ്ഡ് ആലോവേറ ജെല്ല് ഞാൻ മുൻപ് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് തന്നെയായിരുന്നു അത്. അപ്പോൾ ഈ ബ്രാൻഡിനോടുള്ളൊരു വിശ്വാസം എനിക്കിതിരി കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ടൈമിൽ ഇങ്ങനത്തെ ഒരു റെഡിമെയ്ഡ് മാസ്ക് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കണത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കണ്ടത് ഇങ്ങനെ ഒലിച്ച്, നമ്മൾ സാധാരണ എന്തെങ്കിലും ക്രീമൊക്കെ വാങ്ങിയിട്ട് കുറച്ചിങ്ങനെ അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒലിച്ച പോലത്തെ ഒരു ഫീലിംഗ് ഇല്ലേ, അതങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു അതിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കേടായിട്ടാവോ, അങ്ങനെയൊക്കെ ഒരു തോട്ട്സ് ഇങ്ങനെ മൈൻഡിൽ വന്ന് പോയി. പിന്നെ ഇവരുടെ സൈറ്റൊക്കെ നോക്കുമ്പോൾ എല്ലാതും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ പറയണത് ഇത് നമ്മൾ ഫേസിലിട്ടിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ആണ് ഇടാൻ പറഞ്ഞിട്ടുള്ളത്. അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ചെയ്യണില്ല. ഞാൻ യൂസ് ചെയ്തു, പിന്നെ എൻ്റെ ബ്രദറിനും ഞാൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവനും അങ്ങനെ തന്നെയാണ് പറയുന്നത്, അബ്സോർബ് ചെയ്യണില്ല. ജസ്റ്റ് ആ കൺസിസ്റ്റൻസി, ആ ഒരു വാട്ടർ ആയിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴും നിൽക്കണത്. സാധാരണ നമ്മൾ എന്തെങ്കിലും ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ അത് ഡ്രൈ ആവാറില്ലേ, ഇത് അങ്ങനെയൊന്നും ആവണില്ല. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മന്ത് കൊണ്ട് നമ്മുടെ ടാനൊക്കെ ഒരു റിമൂവ് ചെയ്യും. വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 1 മന്ത് കൊണ്ട് നമുക്ക് നല്ലൊരു ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു സ്കിൻ അല്ലെങ്കിൽ ഒരു ഗ്ലോ, ആ ഒരു സംഭവങ്ങളൊക്കെ അവർ തരുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. സോ ഇത് എൻ്റെ ഫസ്റ്റ് ടൈം യൂസാണ്. ഞാൻ എന്തായാലും ഒരു 1 മന്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു 6 ടൈംസ് എങ്കിലും യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് തന്നെ എനിക്ക് ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. പക്ഷേ എനിക്കത് എന്താണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എൻ്റെ കഴുത്ത് കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം തോന്നുന്നില്ല. പക്ഷേ ഫേസിൽ എനിക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വന്ന പോലെയൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ ഈ വെനസ്ഡേയും കൂടി ജസ്റ്റ് ഒന്നും കൂടി യൂസ് ചെയ്ത് നോക്കട്ടെ. എൻ്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് കഴുത്തിലെ കറുപ്പാണ്. അതെനിക്ക് ഓൾറെഡി എനിക്ക് നല്ല ടാൻ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ പ്രഗ്നൻസിയുടെ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കറുത്തിട്ട് തന്നെ ഇരിക്കുന്നത്. ഞാൻ ഒട്ടും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഈ ഒരു കഴുത്തിലെ കറുപ്പ് എന്നെ വല്ലാണ്ട് എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ തന്നെ എല്ലാവരും പറയുമ്പോൾ തന്നെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. സോ എനിക്കത് എങ്ങനെയെങ്കിലും പോകണം എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ ഫുൾ ടൈം. ഇപ്പോൾ എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയുള്ളൂ. ഇനി ആഫ്റ്റർ ഡെലിവറി ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ കൂടുതൽ മാക്സിമം ചെയ്ത് എന്നെ കൊണ്ട് പറ്റണ വിധത്തിൽ ഒരു 3 മാസത്തിനുള്ളിൽ കളയണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ കഴിഞ്ഞ പ്രഗ്നൻസിയിലും ഇതേപോലെ തന്നെ കറുത്ത പാട് കഴുത്തിൽ വന്നിട്ട് പോയിരുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു വൈറ്റനിങ് ക്രീമുകൾ ഉണ്ടാവില്ലേ, യൂത്ത് ഫേസ് ക്രീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഒരു 2 മന്ത്സ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഡിഫറൻസ് കഴുത്തിന് വന്നു. അപ്പോഴാണ് എനിക്ക് ആ ഒരു പിഗ്മെൻറ്റേഷൻ പോയത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഉടനെ പ്രഗ്നൻ്റ് ആയി. പിന്നെ ഞാൻ അങ്ങനത്തെ ക്രീമുകളൊന്നും പിന്നെ യൂസ് ചെയ്തിട്ടില്ല. ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ്പാർട്ടം സ്റ്റേജിൽ ഇനീഷ്യൽ ഡേയ്സിൽ ഉടനെ ഞാൻ ഇടാൻ ഉദ്ദേശിക്കണില്ല. എന്തായാലും സ്കിൻ കെയർ ഒക്കെ ചെയ്ത് മാക്സിമം നോക്കിയിട്ട് പോകണില്ല എന്നാണെങ്കിൽ ഞാൻ എന്തായാലും ആ ക്രീം വാങ്ങി ഒന്നും കൂടി യൂസ് ചെയ്യാമെന്ന് കരുതുന്നുണ്ട് കഴുത്തിൽ. അതല്ല അതിന് മുൻപ് ഇങ്ങനത്തെ ഓരോ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതായിരിക്കും ബെറ്റർ. പിന്നെ ഇതൊരു സൺഡേ ആയതുകൊണ്ട് അമ്മ വീട്ടിലുള്ള കേട്ടോ ഞാൻ ഇത്ര ഫ്രീ ആയിട്ട് ഞാൻ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ വീഡിയോ എടുക്കാൻ പോയിട്ട് ഒന്നിനും പറ്റില്ല. കാരണം ഞാൻ തന്നെയായിരിക്കും ഉണ്ണിനെ ഒറ്റയ്ക്ക് നോക്കേണ്ടി വരാം. രാവിലെ ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ അന്ന് ഈവനിങ് ആണ് കുളിച്ചത്. ഒരു 3:30 സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കുളിച്ച് വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് അടുത്ത ഒരു കോൾ വരുന്നത്. വീണ്ടും കൊറിയറിൻ്റെ ആയിരുന്നു. ഇതും അതുപോലെ തന്നെ രണ്ട് പാക്കും ഒരുമിച്ചാണ് വന്നതും. കുറച്ച് കാലമായിട്ട് ഞാനിപ്പോൾ അവിടേക്കും എൻ്റെ വീട്ടിലും അങ്ങനെ മാറി നിൽക്കുന്നതുകൊണ്ട് ഇവിടുത്തെ അഡ്രസ്സ് കൊടുത്ത് പോയിട്ടും അങ്ങനെ കുറച്ച് ദിവസമായിട്ട് അവിടെ ഇവിടെയും തട്ടിക്കളിക്കുന്ന 2 പ്രൊഡക്റ്റ് ആയിരുന്നു. പിൽഗ്രാമിൻ്റെയും പിന്നെ സ്മിറ്റൻ്റെയും ഒരു ഓർഡർ ആയിരുന്നു. ഇതെനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സംഭവമായിരുന്നു. പിന്നെ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിയാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് സൺഡേ അവർ വിളിച്ചിട്ട് ഈ ഒരു 3 പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയത്. പിൽഗ്രാമിൻ്റെ കെമിക്കൽ പീലിംഗ് സൊല്യൂഷനാണ് ഞാൻ വാങ്ങിയത്. അതൊരു ഓഫറിന് കണ്ടപ്പോൾ ഉടനെ വാങ്ങിയതാണ്. സാധാരണ ഇതിന് റേറ്റ് വരുന്നത് 800 അടുത്താണ്. പിന്നെ ഒരു ഓഫറിന് 199 റുപ്പീസിനാണ് എനിക്ക് പിൽഗ്രാമിൻ്റെ ഈ സൊല്യൂഷൻ കിട്ടിയത്. ആക്ച്വലി ഞാനത് ആഫ്റ്റർ ഡെലിവറി വാങ്ങണം, ആഫ്റ്റർ ഡെലിവറി യൂസ് ചെയ്യണമെന്നൊക്കെ വെച്ചിട്ട് പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതലായിരുന്നു. പക്ഷേ ഓഫറിന് കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഞാൻ യൂസ് ചെയ്യണില്ല. കാരണം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ് ഈ ടൈമിൽ യൂസ് ചെയ്യാൻ, എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. സോ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് എന്തായാലും യൂസ് ചെയ്ത് നോക്കാമെന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഒക്കെ നോക്കി. നല്ല കളറാണ്. അത് എൻ്റെ ഒരു കസിനും ഞാനും സെയിം ടൈമിൽ തന്നെയാണ് ഓർഡർ ചെയ്ത് ഈ ഒരു ഓഫർ കണ്ടപ്പോൾ. അപ്പോൾ ആൾ യൂസ് ചെയ്തിട്ട് പറഞ്ഞു നല്ല എഫക്റ്റ് ഉണ്ട്, നല്ലതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ബിഗിനേഴ്സിന് മന്ത്ലി ട്വൈസ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു നന്നായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു സംഭവങ്ങൾ, അതായത് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് ആണ് സ്മിറ്റനിൽ നിന്ന് വാങ്ങിയത് അബദ്ധമായി. ഞാൻ ഫസ്റ്റ് ടൈം അല്ല സ്മിറ്റനിൽ നിന്ന് ഓർഡർ ചെയ്യണത്. സെക്കൻഡ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് 199 റുപ്പീസിനല്ല കിട്ടിയത്. അതുപോലെ തന്നെ ട്രയൽ പോയിൻറ്റ്സും കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ച്
കുറച്ച് കാലമായിട്ട് ഞാനിങ്ങനെ സ്മിറ്റൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് എന്തോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വെറുതെ തിരക്ക് പിടിച്ച് വാങ്ങിയ പോലെയായി. അതിന് തന്നെ പ്ലമ്മിൻ്റെ ഒരു മേക്കപ്പ് ക്ലൻസറാണ് കിട്ടിയത്. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു മെറൂൺ ഷെയ്ഡിലുള്ള ഒരു ലിപ്പ് ലൈനർ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ മേക്കപ്പ് റിമൂവർ ഉണ്ടായിരുന്നു. മേക്കപ്പ് റിമൂവറിൻ്റെ വൈപ്സ് ആയിരുന്നു. പിന്നെ ഇത് റെനെ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. എന്ത് കുഞ്ഞിതായിരുന്നു എന്നറിയോ. എനിക്ക് നല്ല ഷെയ്ഡായി കണ്ടപ്പോഴാണ് ഞാൻ വാങ്ങിയതാണത്. പിന്നെ പ്ലമ്മിൻ്റെ ഒരു ആൽക്കഹോൾ ഫ്രീ ടോണർ ഉണ്ടായിരുന്നു. പിന്നെ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ഫൗണ്ടേഷൻ, ചെറിയൊരു മിനി ഫൗണ്ടേഷൻ. ആക്ച്വലി എനിക്ക് ഇതൊക്കെ മതി, ഞാൻ അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തൊരു ആളാണ്. പിന്നെ സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷ്, സിമ്പിളിൻ്റെ ഫേസ് വാഷ് എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വെച്ച് വാങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ തുറക്കുന്ന സാധനം എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒരു ക്യൂട്ട് പാക്കിങ്ങും ആ ഒരു ക്യൂട്ട് സൈസും കണ്ടപ്പോൾ വാങ്ങാൻ തോന്നിയിട്ട് വാങ്ങിയതാണ്. ഇതിനിപ്പോൾ ജസ്റ്റ് ഫേസൊക്കെ ഷേവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ജെല്ലായിട്ട് ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്കിനെ പറ്റി പറയുമ്പോൾ ഞാനത് കൈമിട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഷെയ്ഡായിട്ട് തോന്നി. ഇവരുടെ വെബ്സൈറ്റിൽ എനിക്ക് അതിലും നല്ല ഷെയ്ഡായിട്ട് തോന്നി. ഇനി ഞാൻ ഇട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ അവസ്ഥ കാണാം. സംഭവം കുറച്ചും കൂടി നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല ഭംഗിയുണ്ടാവും, നല്ല ഷെയ്ഡാണ്. പക്ഷേ എന്നെ പോലത്തെ ഡസ്കി സ്കിൻ ടോണുകാർക്ക് തീരെ പറ്റാത്തൊരു ഷെയ്ഡാണ്. ഇത് ഏതാ ഷെയ്ഡെന്നും കൂടി എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് ഒട്ടും മാച്ചല്ല. ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ നോക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് സ്യൂട്ടാവോ, ഏതെങ്കിലും ഒരു ആംഗിൾ കൂടെ സ്യൂട്ടാവോ എന്നൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇല്ല, ഞാനായിട്ട് തീരെ യോജിച്ച് പോകാത്തൊരു ഷെയ്ഡായിരുന്നു അത് വെറും വേസ്റ്റാണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ ഇത് ഏതെങ്കിലും കസിൻസിനോ ആർക്കെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കുക, അതിനെ പറ്റുള്ളൂ. നെക്സ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് ഈ ഒരു വെറ്റ് വൈപ്സ് ആട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു വെറ്റ് വൈപ്സ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് വെറ്റ് വൈപ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട്. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി സാധനമാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടിയാണ് കഴുത്തിലിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് നോക്കാമെന്നുള്ളത്. ഇൻ കേസ് ഇനി അതിപ്പോൾ വല്ല ചെളി പിടിച്ചിരിക്കണതൊക്കെ ആണെങ്കിൽ പൂവെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കഴുത്തിലിട്ട് നന്നായി ഉരച്ച് നോക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല, ചെളി ഒന്നുമല്ല. ഇത് എന്താ സംഭവം, നമ്മുടെ സ്കിന്ന് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കുന്നതാണ്. ഞാൻ കുറേ ഉരച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉച്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുൾ ടൈം TV കണ്ടിരിക്കുകയായിരുന്നു. നേരെ ഞാൻ ഫിലിംസൊന്നും അങ്ങനെ കാണാറില്ല. പക്ഷേ ഇന്ന് ഞാൻ ഒരു ഫുൾ ഫിലിം ഞാൻ ഇരുന്ന് കണ്ടു TV-യിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നൈറ്റ് ഫുഡ് കഴിച്ച് പിന്നെ കിടക്കുകയാണ് ചെയ്തത്. വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. വേറെ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.